ഒരിക്കൽ മധുര എന്ന ദേവസ്ത്രീ സോമവാരവ്രതം അനുഷ്ഠിച്ചു. അതിനായി അവർ കൈലാസത്തിൽ ശിവപൂജയ്ക്കായി എത്തിച്ചേർന്നു. മധുരയുടെ കഠിനമായ പൂജയിൽ പ്രസന്നൻ ആയ പരമശിവൻ അവളെ പ്രശംസിക്കുന്ന സമയത്തായിരുന്നു പാർവതീദേവിയുടെ ആഗമനം. അത് കണ്ടുനിന്ന പാർവതീദേവി അപമാനം മൂലം മധുരയെ നീ പൊട്ടക്കിണറ്റിൽ വളരുന്ന ഒരു മണ്ഡൂകമായി തീരട്ടെ എന്ന് ശപിച്ചു. ശാപം ഫലിച്ചു. അവൾ പൊട്ടക്കിണറ്റിലെ ഒരു തവളയായി മാറി. തൻ്റെ ഭക്തയുടെ പ്രയാസം കണ്ട പരമശിവൻ 12 വർഷം കഴിഞ്ഞാൽ നീ സുന്ദരിയായ ഒരു പെൺകുഞ്ഞായി മാറുകയും രാജകുമാരിയെപ്പോലെ ജീവിക്കാനുള്ള ഭാഗ്യം മാത്രമല്ല ഒരു മഹാവീരനായ യുവാവ് നിനക്ക് വരനായി ലഭിക്കും എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ 12 വർഷം പൂർത്തിയാകുന്നു. ഇതിൻ്റെ ഇടയിൽ അവൾ താമസിക്കുന്ന പൊട്ടക്കിണറ്റിൻ്റെ അടുത്തുള്ള വനത്തിൽ അസുരശില്പിയായ മയനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹേമയും ഒരു പെൺകുഞ്ഞി ലഭിക്കുവാനായുള്ള തപസ്സിന് എത്തിയിരുന്നു. അപ്പോഴേക്കും അവൾ ഒരു പെൺകുഞ്ഞായി മാറിയിരുന്നു. പെൺകുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് തപസ്സിരുന്ന ഹേമയും മയനും കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഓടി. അതാ ഒരു സുന്ദരിയായ പെൺകുഞ്ഞ്. ഈശ്വരൻ തന്ന വരദാനമാണ് എന്ന് വിശ്വസിച്ച് ആ കുഞ്ഞിനെയും സ്വീകരിച്ച് അവർ തിരിച്ച് മടങ്ങി. ആ പെൺകിടാവിനെ അവർ മണ്ഡോദരി എന്ന് പേരിട്ട് വിളിച്ചു. ബുദ്ധിസാമർഥ്യത്തിലും സൗന്ദര്യത്തിലും എല്ലാ കഴിവിലും മുൻനിരയിലായിരുന്നു മണ്ഡോദരി. അങ്ങനെ ഒരിക്കൽ രാക്ഷസരാജാവായ രാവണൻ ഒരു യാത്രയ്ക്കിടെ മണ്ഡോദരിയെക്കുറിച്ച് അറിയുകയും അവളെ വിവാഹം ചെയ്യണം എന്ന ആഗ്രഹവും മനസ്സുദിച്ചു. രാവണൻ നേരെ വാർത്തച്ഛനായ മയനെ കണ്ട് മണ്ഡോദരിയെ വിവാഹം ചെയ്യണമെന്ന ആഗ്രഹം അദ്ദേഹത്തോട് പങ്കുവച്ചു. ഒരു മടിയും കൂടാതെ തന്നെ മയൻ ലങ്കാധിപനായ രാവണനെ മണ്ഡോദരിയെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു.